ഞാൻ സത്യത്തിൽ എൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കിയപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ റവന്യൂ മന്ത്രിയാണ്. റവന്യൂ വകുപ്പ് അത്ര വളരെ സങ്കീർണമായിട്ടുള്ളൊരു വകുപ്പാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പട്ടയൊക്കെ കൊടുക്കുന്ന നേരത്ത് അമ്മമാരങ്ങ് കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരയും. അവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെയൊക്കെ ഒരു വികാരം ഉണ്ടല്ലോ, ഇത്ര കാലം ജീവിച്ച ഭൂമിയിൽ ഒന്ന് അന്തിയുറങ്ങുക എന്നൊക്കെ പറയുന്ന വികാരം ഉണ്ടല്ലോ, അതിനെ പോസിറ്റീവായിട്ട് കാണാന്നുള്ളതാണ്. വീട്ടിൽ ഭാര്യയും പറയും, ഈ അമ്മമാരും ഒക്കെ നിങ്ങളുടെ അത് അവരോട് നീതി പുലർത്താനുള്ള ഒരു മനസ്സുണ്ടാകാന്നുള്ളത്. തീർച്ചയായും അപ്പൂപ്പന്മാരും ഉണ്ട്. അതെ അതെ അതെ. ഞാനിവിടെ ഒരു എപ്പോഴും എന്നോട് വാഗ്ദാനങ്ങൾ ചോദിക്കാറുണ്ട്. ഇത്ര വിപുലമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നേരത്തെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നതും അവതരിപ്പിച്ചുമാണ്. പക്ഷെ ആളുകളോട് പറയാറുള്ള ഒറ്റ വാഗ്ദാനമേ ഉള്ളൂ, അത് 10 കൊല്ലം മുമ്പും ഇപ്പോഴും അത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന, ജീവിതത്തിൽ എപ്പോഴും നടപ്പിലാക്കാൻ നിർബന്ധ ബുദ്ധിയോടെ കാണുന്നൊരു വാഗ്ദാനമാണ്. അത് ഞാനെപ്പോഴും പറയും, എൻ്റെ ചിഹ്നമായിട്ടുള്ള അരിവാളും ധാന്യക്കതിരും അടയാളത്തിൽ വോട്ട് ചെയ്തവരോ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചവർക്കോ എന്നെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് ഒരു നിമിഷം പോലും തല കുമ്പിടാൻ അനുവാദിക്കില്ല എൻ്റെ ജീവിതം കൊണ്ട് എന്നാണ് ഞാൻ കൊടുക്കാറുള്ള സാധാരണ വാഗ്ദാനം. മിസ്റ്റർ, ചൂടത്ത് പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നത്? ചൂടുണ്ട്, പക്ഷേ തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ നല്ല ചൂടാണല്ലോ, അത് ശരി. അല്ല, ഒല്ലൂരെ ഇപ്പം ആളുകള് വടക്കും നാഥ സർവം നടത്തുന്നാഥ എന്നൊക്കെയാണ് മിനിസ്റ്റർ പറയുന്നത്. എല്ലാം നടത്തി കൊടുക്കുന്നുണ്ട്. ഒല്ലൂര് നമ്മുടെ മനസ്സിലുള്ള ഒന്നാണ്. സ്വാഭാവികമായിട്ടും ഒല്ലൂര് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്ന നേരത്ത് തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതാണ്. ഒല്ലൂരിലെ ജനങ്ങളുടെ ഒരു ഹിതം എന്താണെന്ന് മനസ്സിലറിയാവുന്ന വിധത്തിലുള്ള ഒരു ആത്മബന്ധം പരസ്പരമുണ്ട്. ചില ആളുകൾ തമാശക്ക് പറയാറുണ്ട്, ഒല്ലൂരിലെ അമ്മമാരുടെ മനസ്സിലെ റേഷൻ കാർഡിൽ പേരുള്ള ഒരാളാണെന്ന്. അത് ആ അർത്ഥത്തിൽ ശരിയാണ്. കാരണം നമുക്ക് അവരൊരു കാര്യം പറഞ്ഞാൽ, അവരൊരു അഭ്യർത്ഥന നടത്തിയാൽ, അവരൊരു ആഗ്രഹം വന്നാൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേവ് റിലേഷൻ സ്വാഭാവികമായിട്ടും അവരുമായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, അത് വീടുകളുമായും ബന്ധമുള്ളത് കൊണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കേവലം പ്രസ്ഥാനങ്ങളോടോ സ്ഥലങ്ങളോടോ ഉള്ളത് മാത്രമല്ല, വ്യക്തിപരമായി അവരുമായി ഇൻട്രാക്ട് ചെയ്യാവുന്ന ഒരു ആത്മബന്ധമുണ്ട്. ആയിട്ട് ഞാൻ മന്ത്രിയായതിനു ശേഷം എൻ്റെ മണ്ഡലത്തിൽ ഒരിക്കൽ പോലും പൈലറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ പലരും ചോദിക്കും, റവന്യൂ വകുപ്പ് മന്ത്രിക്ക് മുമ്പിലും പിമ്പിലും പോലീസുമാണല്ലോ. കുറച്ചും കൂടി റിലേറ്റഡ് ആണ്. ആളുകളുമായി എപ്പോൾ കണ്ടാലും വഴിയിൽ നിർത്തും, ചാടി ഇറങ്ങും, പോകും. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഇപ്പോൾ ഉള്ളതല്ല, 2ാം നമ്പർ വണ്ടിയാണ്. 2 നമ്പർ ആയിക്കോട്ടെ, ഇരിക്കുന്നത് ഞാനാണല്ലോ, അതുകൊണ്ട് പിന്നെ. അല്ല മിനിസ്റ്റർ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മിനിസ്റ്റർക്ക് ഒരു വിളിപ്പേരുണ്ട്. അത് മിനിസ്റ്റർക്ക് അറിയാമോ എന്നറിയില്ല. പട്ടയം മന്ത്രി എന്നൊരു വിളിപ്പേരുണ്ട്. കാരണം 3000-ലധികം പട്ടയം ഒല്ലൂര് മാത്രം. കേരളത്തിൽ നോക്കുമ്പോൾ എനിക്കൊന്ന് 2.5 ലക്ഷത്തിലധികം പട്ടയം ഈ ഭരണസമിതിയുടെ സമയത്താണ്. 4,56,000 പട്ടയം മൊത്തമുള്ളതിൽ 2,80,000-ഓളം പട്ടയം ഈ ഗവൺമെന്റിന്റെ കാലത്താണ്. ഒല്ലൂരിൽ 3000 പട്ടയം എന്ന് പറഞ്ഞ് മലയോരം മാത്രമാണ്. മലയോരത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് റവന്യൂ പട്ടയം പോലെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതല്ല, കേന്ദ്ര ഗവൺമെന്റ് അനുവാദം വേണം. അപ്പം അതുകൊണ്ട് ഈ വനവും റവന്യൂവും തമ്മിൽ പരസ്പരം പരിശോധന നടത്തണം, കേന്ദ്രത്തിലോട്ട് അയക്കണം. അത് വലിയ സങ്കീർണമാണ് പ്രശ്നങ്ങൾ. ഈ ടോപ്പ് ഷീറ്റിലാക്കുക, പരിവേഷ പോർട്ടലിൽ പോവുക. 3000-ലേറെ പട്ടയങ്ങൾ മലയോര മേഖല ഇപ്പോൾ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ 2011-നും 2016-നും ഇടയിലുള്ള 5 വർഷക്കാലം ആകെ 18 പട്ടയം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പട്ടയം മാത്രമല്ല, പൊതുവെ എല്ലാ കാര്യത്തിലും. അല്ല, അപ്പോ ഈ സ്റ്റേ പട്ടയത്തിന്റെ കാര്യത്തിലും ഒക്കെ തീരുമാനങ്ങൾ. അതെ അതെ അതെ. സ്റ്റേ പട്ടയം ഇടക്കാലത്ത് കൊടുത്തിട്ടും പല കാരണങ്ങളാൽ സ്റ്റേ ആക്കപ്പെട്ട പട്ടയങ്ങൾ. അസൈൻമെന്റ് ഓർഡർ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് പട്ടയം കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ പണമടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം തരും. അത് പണമടച്ച് റെസിപ്റ്റ് കൊടുത്താലാണ് പട്ടയാവുക. ചിലർ ഈ അസൈൻമെന്റ് ഓർഡർ കിട്ടിയിട്ട് അതായിരിക്കും പട്ടയം എന്ന് കരുതി ചില്ലിട്ട് വെച്ചവരും ഭൂമി വിറ്റവരും അതടയ്ക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അവരുടെ ഈ കാലാവധി വൈകിയത് മാപ്പാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം പ്രത്യേകമാക്കി ഉണ്ടാക്കിയിട്ട് അത്തരം ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ സംയുക്ത പരിശോധന കഴിഞ്ഞിട്ട് 30 വർഷമായി, അതിന് ശേഷം നടന്നിട്ടില്ല. ഇപ്പം വീണ്ടും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സംയുക്ത പരിശോധനയ്ക്ക് ഉത്തരവ് മേടിച്ചു. ഏതാണ്ട് 5000-ലേറെ അപേക്ഷകൾ ഇപ്പോൾ കേന്ദ്രത്തിലോട്ട് അയച്ചു. വലിയ നമ്പർ അപേക്ഷകളിൽ ഇപ്പോൾ സംയുക്ത പരിശോധന നടക്കുകയാണ്. അപ്പോൾ വളരെ വിദൂരമല്ലാത്തൊരു കാലത്ത്, വളരെ അടുത്ത കാലത്ത്
ഈ മലയോര പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി. അത് ഒരു ചെറിയ കാര്യമില്ല. ഈ കാരണം ഇതൊരു മലയോര മേഖലയാണ്. ഇവിടെ ഒരു കാലത്ത് വന്യമൃഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതിനെ നാടാക്കി മാറ്റുന്നത് വലിയ പങ്ക് വഹിച്ചവരാണ് ഇവിടുത്തെ പൂർവികരായിട്ടുള്ള കൃഷിക്കാർ. അവരുടെ തുടർച്ചയ്ക്ക് ഭൂമിയിലൊരു അന്തസ്സായിട്ടുള്ള രേഖയുണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. ഇപ്പോൾ വേറൊരു കാര്യം, മിനിസ്റ്റർ കാണുമ്പോൾ തന്നെ എൻ്റെ ഓർമ്മയിൽ വരുന്നത് മുഴുവൻ വയനാടുള്ള സംഭവങ്ങളാണല്ലോ. എല്ലാവർക്കും ഈ അടുത്ത് ആയി മിനിസ്റ്റർ മുഖം എല്ലാവർക്കും ആ ചിത്രങ്ങളാണ്. വളരെ വൈകാരികമായ ചില നിമിഷങ്ങൾ. അതുപോലെ അതിപ്പോൾ വളരെ വിഷമവും സന്തോഷം കൊണ്ടുള്ള സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റൊരു ചിത്രം എനിക്ക് ഓർമ്മയുള്ളത്, എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഒല്ലൂര് തന്നെ ഒരു സ്ഥലത്ത് ഒളകരയിൽ, അവിടെയും വളരെ വികാരത്തോടെയുള്ള ഒരു വൈകാരിക പ്രകടനവും പെരുമഴയത്തൊരു വലിയ ആഘോഷവും ഒക്കെ നടന്നു. ഒരു വികാര ജീവിയാണോ മിനിസ്റ്റർ? അങ്ങനെ പറയാനാകില്ല. ചില കാര്യങ്ങൾ വികാരമില്ലാതെ പറ്റില്ല. ഈ ഒളകരക്കാർ 57-ൽ പീച്ചി ഡാം ഉണ്ടാക്കുന്ന കാലത്ത് അവിടെ നാട്ടിപ്പാടി ഒഴിച്ച ഒരു അവർ യഥാർത്ഥത്തിൽ മണ്ണിന്റെ ഉടമസ്ഥന്മാരാണ്, ആദിവാസികളാണ്. ഗായത്രി കണ്ട സങ്കടം തോന്നുന്നു. ഒരു കുറച്ച് സ്ഥലത്തിനുള്ളിൽ ഒരു 4-5 കുടുംബങ്ങൾക്കൊക്കെയായി ഉപയോഗിക്കാവുന്ന ഒരു ടോയ്ലറ്റൊക്കെ പോലെ വളരെ കഠിനമായിട്ടുള്ള ദരിദ്രമായിരുന്നു അന്ന് ചെല്ലുമ്പോൾ. വലിയ യുദ്ധം നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫോറസ്റ്റ് വകുപ്പുമായി ഉദ്യോഗസ്ഥന്മാരുമായി. അങ്ങനെ 44 കുടുംബങ്ങൾക്ക് 1.5 ഏക്കർ ഭൂമിയുടെ ROR ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയ കാര്യം. ഞാനിപ്പോഴും ആലോചിക്കും, ഞാൻ 10 കൊല്ലം മുമ്പ് അവിടെ വരുമ്പോൾ അവര് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന ആളുകളാണ്. ഇപ്പോഴത്തെ മൂപ്പത്തിയൊക്കെ അന്ന് പച്ചയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും വോട്ട് ചെയ്യില്ല, നിങ്ങൾ MLA ആകുമെന്ന് നോക്ക്, ആയി വന്നാൽ എന്ത് ചെയ്യും നോക്ക്. കുറെ കാലമായി ആളുകൾ പറ്റിക്കുന്നു. പക്ഷെ അവർ വോട്ട് ചെയ്യാതെ ബഹിഷ്കരിച്ചിട്ടും ഞാൻ ആദ്യം പോയത് അവരുടെ അടുത്തേക്കാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അന്ന് മുതൽ ആരംഭിച്ച യുദ്ധമാണ്. അന്നത്തെ ദിവസം ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ആലിപ്പഴം പെയ്യുന്ന മഴയാണ്. ഞാനുണ്ട്, ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനുണ്ട്, ജില്ലാ കളക്ടർ, നമ്മുടെ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരനുണ്ട്, പഴയ കളക്ടറായിട്ടുള്ള ഹരിതയുണ്ട്. ഞങ്ങളെല്ലാവരും ആദിവാസികളോടൊപ്പം കൂടി പെരുമഴയത്ത് സത്യത്തിൽ വികാരഭരിതമായിരുന്നു. അത്തരം സന്ദർഭങ്ങൾ ഒരുപാട് നേടിയെടുത്തിട്ടുള്ള മിനിസ്റ്ററും കൂടിയാണ്. ആളുകളുടെ മനസ്സിലും ഒരു വികാരം ഉണ്ടാകും. ഇപ്പം ഞാൻ വീട്ടിൽ പറയുമ്പോൾ ഞാൻ K. രാജ മിനിസ്റ്ററുമായ ഒരു സംവാദത്തിന് പോവുകയാണെന്ന് പറയുമ്പോൾ അമ്മുമ്മയൊക്കെയാണ് നല്ല മന്ത്രിയാണ്. അത് ആ പ്രായത്തിലുള്ളവരുടെ മനസ്സിലേക്ക് അങ്ങനെ കടന്നു കയറാൻ പറ്റി എന്നുള്ളതൊരു വലിയ വിജയമാണ് മിനിസ്റ്റർ. ഉറപ്പായിട്ടും അതങ്ങനെ കടന്നു കയറുക എന്നുള്ളതല്ല. ഞാൻ സത്യത്തിൽ എൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കിയപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ റവന്യൂ മന്ത്രിയാണ്. റവന്യൂ വകുപ്പ് അത്ര വളരെ സങ്കീർണമായിട്ടുള്ളൊരു വകുപ്പാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പട്ടയൊക്കെ കൊടുക്കുന്ന നേരത്ത് അമ്മമാരങ്ങ് കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരയും. അവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെയൊക്കെ ഒരു വികാരം ഉണ്ടല്ലോ, ഇത്ര കാലം ജീവിച്ച ഭൂമിയിൽ ഒന്ന് അന്തിയുറങ്ങുക എന്നൊക്കെ പറയുന്ന വികാരം ഉണ്ടല്ലോ, അതിനെ പോസിറ്റീവായിട്ട് കാണാന്നുള്ളതാണ്. വീട്ടിൽ ഭാര്യയും പറയും, ഈ അമ്മമാരും ഒക്കെ നിങ്ങളുടെ അത് അവരോട് നീതി പുലർത്താനുള്ള ഒരു മനസ്സുണ്ടാകാന്നുള്ളത്. തീർച്ചയായും അപ്പൂപ്പന്മാരും ഉണ്ട്. അതെ അതെ. അപ്പൊ ഒരു റവന്യൂവിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടല്ലോ. ഒന്ന് ഈ നിയമക്കുരുക്കുകൾ, അതിനപ്പുറം നമ്മൾ റവന്യൂ വിഭാഗത്തെക്കുറിച്ച് കേൾക്കുന്നത് അഴിമതിയുടെ ഒരു കുരുക്കാണ് അവിടെ എന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു പൊതുവിൽ കഴിഞ്ഞ 10 വർഷം ഈ സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിന് അഴിമതി എന്നുള്ളൊരു മോശം പേരുണ്ടായിട്ടില്ല. പക്ഷെ റവന്യൂ വകുപ്പിൽ അങ്ങനെ ഒരു വാർത്തയെ വരുന്നില്ല കഴിഞ്ഞ 5 വർഷവും. അല്ല, അതിനൊരു പ്രശ്നം ഈ ജീവനക്കാർ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ചില ശീലങ്ങളുണ്ട്. അത് ഈ വകുപ്പിൽ മാത്രമല്ല, പൊതുവിൽ പല രംഗത്തുണ്ടായിരുന്നു. അതിനോട് സത്യത്തിലൊരു കുരിശുദ്ധം തന്നെയാണ് സർക്കാർ നടത്തിയത്. ഈ ജീവനക്കാർക്ക് എതിരായ നടപടി, അവർക്ക് എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള കടുത്ത പ്രതിരോധം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ അപേക്ഷകളിലേക്കും ഒരു ഓൺലൈൻ സംവിധാനത്തിലേക്ക് കിടക്കാനായി. 1666 വില്ലേജ് ഓഫീസും 78 താലൂക്ക് ഓഫീസും 27 RD ഓഫീസും കളക്ടറേറ്റ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഒരു ഈ സംവിധാനത്തിലേക്ക് കൂട്ടിച്ചേർന്നതോടുകൂടി നമ്മൾ വളരെ ലഘൂകരിക്കപ്പെടുന്ന വിധത്തിൽ റവന്യൂവിൻ്റെ അപേക്ഷകൾ ഫോണിലൂടെ കൊടുക്കാം, ഈ സംവിധാനത്തിലൂടെ കൊടുക്കാം, അതിലൂടെ തന്നെ മറുപടി തരാം. ഇത് കൃത്യത വരുത്തുന്നു. എപ്പോഴാണ് നാം അപേക്ഷ കൊടുത്തത്, നമ്മുടെ മുൻഗണന മാറിക്കിടന്നിട്ടുണ്ടോ, ഇതിലെടുത്ത നടപടി എന്താണ്. ഇപ്പോൾ എനിക്ക് NIC ഒരു പോർട്ടൽ തന്നിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഉണ്ടാക്കിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഡിസൈൻ ചെയ്ത് NICയെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക്
ഈ 1666 വില്ലേജുകളിൽ എവിടെ ഏത് നടപടിയെടുത്താലും അതിൻ്റെ കാലതാമസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കും. ഈ കഴിഞ്ഞ ഫെബ്രുവരി 24 കേരളം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രത്യേക ചുവട് വെച്ചു. ഫെബ്രുവരി 24 റവന്യൂ ഡേ ആണ്. അന്ന് നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് കരഗതമാകേണ്ട ഏതാണ്ട് 18ഓളം സർട്ടിഫിക്കറ്റുകൾ അടങ്ങുന്ന ഒരു ATM കാർഡിൻ്റെ വലിപ്പത്തിലുള്ള ഡിജിറ്റൽ റവന്യൂ കാർഡ് കേരളം അവതരിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത QR കോഡും 10 അംഗ ഡിജിറ്റൽ നമ്പറൊക്കെയുള്ള ഒരു കാർഡ് ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ച് റവന്യൂ ഭാഷയിൽ പറഞ്ഞാൽ 13 ആധികാരികമാക്കപ്പെട്ട എല്ലാ വില്ലേജുകളിലും അത് കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഗായത്രി പിന്നെ ഇനി ഒരു മെച്ചം ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് ആ കാർഡ് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, നമ്മളൊരു ബാങ്കിൽ പോയി ഒരു ലോൺ എടുക്കണമെങ്കിൽ ഒരു രേഖ ചോദിച്ച് ആ രേഖ മേടിച്ചു കൊണ്ടുപോയാൽ പിന്നെ അടുത്ത രേഖ ചോദിക്കും, അടുത്ത രേഖ ചിലപ്പോൾ ബാങ്കുകാർ ഉറപ്പുവരുത്തുന്നതിൻ്റെ കൂടി ഭാഗമായിരിക്കും. പക്ഷേ ഞാനുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത് കൊടുക്കുന്ന ആധികാരികതയോടെ സർക്കാർ തയ്യാറാക്കി ചിപ്പ് ഘടിപ്പിച്ച QR കോഡുള്ള ഒറ്റ കാർഡിലേക്ക് കൊടുക്കുകയാണ്. ATM കാർഡിന്റെ അതേ വലിപ്പത്തിൽ ഒരു റവന്യൂ കാർഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു മെച്ചം. ഇനി ഓരോ കാര്യത്തിനും വില്ലേജ് ഓഫീസിൽ ചെന്ന് ക്യൂ നിൽക്കേണ്ട കാര്യമില്ല, അവരുടെ അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. ഇനി ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും ഈ അഴിമതിയൊക്കെയായി ബന്ധപ്പെട്ടൊരു ടെൻഡൻസി ഇനി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിലുണ്ടെങ്കിൽ പോലും അവന് തൊടാൻ പറ്റാത്ത ഒരു വ്യത്യാസത്തിലേക്ക് പതുക്കെ അത് പോകും. വളരെ ട്രാൻസ്പെറന്റ് ആകും. നമുക്ക് ഈ QR കോഡിൽ നോക്കിയാൽ കാര്യം മനസ്സിലാക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് വേറെ സർട്ടിഫിക്കറ്റിന്റെ കാര്യമില്ല. ആ വിധത്തിൽ നമ്മളൊരു പ്രതിരോധം വളരെ ഗൗരവമായി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ പൊതുസ്ഥിതി പറയുമ്പോഴും ഒല്ലൂരത്തെ ചില കാര്യം ഞാൻ ചോദിക്കണമല്ല, മിനിസ്റ്റർക്ക് അത് ഗുണപ്പെടും ചിലപ്പോൾ. ഇപ്പോൾ ഒല്ലൂര് 2000 കോടിയിലധികം, എനിക്ക് തോന്നുന്നു 2300 കോടിയോളം രൂപ ചിലവഴിച്ചിട്ടാണ് ഇവിടുത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. അത് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി റോഡ്, പാലം പോലെയുള്ള കൺസ്ട്രക്റ്റീവ് വർക്കിന് ആണ് ഏറ്റവും കൂടുതൽ തുക വിനിയോഗിക്കേണ്ടി വരിക. അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ മേഖലയിലാണ് അത് വന്നിരിക്കുന്നത്. ടൂറിസം, ഇത് മൂന്നും അത് ഇങ്ങനെ അറിയാതെ സംഭവിച്ചതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് മനഃപൂർവ്വം കൃഷിയിലേക്കും കൂടി വിദ്യാഭ്യാസത്തിനും ടൂറിസത്തിനും കൊടുക്കുന്ന അതേ തുക, അതിൻ്റെ കർഷക സ്വഭാവം ഉണ്ടോ? അത് തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾക്ക് വളരെ പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ 21 കോടി രൂപ വരെ ചെലവഴിച്ച സ്കൂളുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ പുത്തൂർ സ്കൂളിൻ്റെ ഒറ്റ കോമ്പൗണ്ട്, ഈ കിൻഡർ ഗാർഡൻ മുതൽ എന്ന് പറയുന്ന പോലെ LP മുതൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും വരെയുള്ള ഒരു സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം, അവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ട്, അവിടുത്തെ ലാബുകൾ, ഇങ്ങനെ തുടങ്ങി ഓരോ കൺസെപ്റ്റും തയ്യാറാക്കി വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ചെലവഴിക്കുന്ന ഒരു സംഖ്യ നഷ്ടമല്ല, അതൊരു എക്സ്പെൻഡിച്ചർ അല്ല. അത് കേരളം നവകേരള നിർമ്മിതിക്ക് വേണ്ടി നടത്തുന്ന ഒരു മൂലധന നിക്ഷേപമാണ്. ആ വിധത്തിൽ അതിനെ കാണാം. ഈ ടൂറിസ്റ്റ് കോറിഡോർ എന്ന ആശയം ഞാൻ 10 കൊല്ലം മുമ്പ് വരുമ്പോൾ ഇല്ലാത്ത ഒരു ആശയം, മനസ്സിൽ തോന്നിയൊരു ആശയം, ഒരു 6 പോയിന്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ടൂറിസ്റ്റ് കോറിഡോർ. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ചിയാരം വാക്കിംഗ് സ്ട്രീറ്റ്. അത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചു. ഇനി 3.5 കോടി രൂപയുടെ കൂടി വരാനുണ്ട്. അടുത്തതാണ് സുവോളജിക്കൽ പാർക്ക്. ലോകോത്തരമാണ്. 360 ഏക്കർ ഭൂമിയിൽ 371 കോടി രൂപ നിക്ഷേപിച്ചാണ്. നേരെ പീച്ചി ഡാമിലേക്ക്. പീച്ചി ഡാം ഒരു പുതിയ DPR ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി. 350 കോടി രൂപയ്ക്ക് 8 സോണുകളിലായിട്ടാണ് അത് വരുന്നത്. അത് സർക്കാർ പണമുണ്ട്, കിഫ്ബി ഉണ്ട്, CSR ഉണ്ട്, PPP മോഡലുണ്ട്. ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ ടൂറിസത്തിലേക്കാണ് അത് കൊണ്ടുപോകുക. തൊട്ടടുത്ത് KFRI ഉണ്ട്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശലഭ മ്യൂസിയം, മുള്ള മ്യൂസിയം ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പുറത്ത് ഒരപ്പം കിട്ടുന്ന സാഹസിക ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. കാർഷിക സർവകലാശാലയുടെ ഫാം ടൂറിസം ഡെവലപ്മെന്റ് ഉണ്ട്. കച്ചിത്തോട് ഡാമുണ്ട്. ഈ 7 പോയിന്റുകളെ ബന്ധപ്പെടുത്തി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒല്ലൂർ മണ്ഡലത്തിൽ മാത്രം ഉണ്ടാക്കുക. അതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്നത് ഇവിടേക്ക് വന്ന് ചേരുന്ന ഒരാൾ വന്ന വഴിക്ക് പോകാതെ ഒരു ദിവസം ഇവിടെ എവിടെയെങ്കിലും താമസിക്കണം. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പിൽഗ്രീൻ ടൂറിസം കൂടി പാക്കേജിലുണ്ട്. വടക്കുന്നാഥൻ ഇവിടെയാണ്, തൃശ്ശൂരാണ്, ഒല്ലൂർ മാലാകപ്പള്ളിയുണ്ട്, കേരള പഴനി എന്ന് വിളിക്കുന്ന ചോച്ചേരി കുന്നുണ്ട്, പുത്തൂർ പിന്നെ ഫൊറോന പള്ളിയുണ്ട്. ഇങ്ങനെ തുടങ്ങി പിൽഗ്രീൻ ടൂറിസം കൂടി എടുത്താൽ ഇവിടെ ഒരു ദിവസം ഒരു മനുഷ്യന് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ
പലതരത്തിലുള്ള കൊച്ചു കൊച്ചു സംരംഭങ്ങൾ പോലും വികസിക്കും. അവരൊരു ഭക്ഷണം കഴിക്കേണ്ടി വരും, താമസിക്കേണ്ടി വരും, സമ്മാനങ്ങൾ മേടിക്കേണ്ടി വരും, സുവനീറുകൾ കണ്ടെത്തേണ്ടി വരും, ഭക്ഷണം കഴിക്കേണ്ടി വരും, ഉടുപ്പ് മേടിക്കേണ്ടി വരും. മലയോര കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പോലും ഞങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഒരു ദിവസത്തെ ഈ മേഖലയിലൂടെ ഒരു യാത്ര, വഴിവെക്കിൽ കുപ്പി കച്ചവടം നടത്തുന്ന പ്രായമായ ആളുകൾക്ക് വെള്ളക്കുപ്പി വിൽക്കാൻ വേണമെങ്കിൽ പ്രായമായ ഒരാളിരുന്നാൽ പോലും അയാൾക്കൊരു ചെറിയ കച്ചവടം നടത്താവുന്ന വിധത്തിൽ നമ്മുടെ ഒരു സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം, അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ കൃഷി സമൃദ്ധി എന്നൊരു പ്രോജക്റ്റ്. ഇവിടെ ഏറ്റവും നല്ല കാർഷിക മണ്ഡലത്തിനുള്ള അവാർഡ് കിട്ടി. 10 ലക്ഷം രൂപയാണ് സംഖ്യ. അതിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ ഒരു FPO, അതായത് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയായി തന്നെ ഒല്ലൂർ കൃഷി സമൃദ്ധി എന്നാണ് അതിൻ്റെ പേര്. വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നവരെയുണ്ട്. കൃഷിയുടെ കാര്യത്തിൽ നമ്മളൊരു നല്ല ശ്രദ്ധ എടുത്തില്ലെങ്കിൽ മലയോര കർഷകരുടെ വ്യക്തിപരമായിട്ടുള്ളവരുടെ സാമ്പത്തിക ലാഭം തകർന്നു പോകും. അതുകൊണ്ട് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളാണ് ഇനി രക്ഷ. കൈപ്പയ്ക്ക തകർന്നു പോയ വിലയിടിഞ്ഞ് കെട്ടുകണക്കായ ടൺ കണക്കിനായത് ചീഞ്ഞു പോകുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ കൈപ്പയ്ക്ക കട്ട് ചെയ്ത് അത് ഉണക്കി ഡ്രയറിലിട്ട് ഉണക്കി അതിൻ്റെ പ്രോഡക്റ്റുകൾ നാളെ വിൽക്കാം. അങ്ങനെ കർഷകരെ ചേർത്ത് നിൽക്കുന്ന ഒന്നാണ്. ഇവിടെ 49 കൃഷിക്കൂട്ടങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ടുണ്ട്. അതിന്റെ നേതൃത്വത്തിലാണ് പരിപാടികളൊക്കെ. ഒരു ഡബിൾ ഡക്കർ ബസ്സും ഉണ്ടല്ലോ ഈ സുവോളജിക്കൽ പാർക്കിലേക്ക്. അത് തൃശ്ശൂരിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഡബിൾ ഡക്കർ ബസ് തൃശ്ശൂർ നഗരം ചുറ്റി സുവോളജിക്കൽ പാർക്കിൽ പോയിട്ട് അതിന്റെ കുന്നും മലയും പൂർണ്ണമായിട്ട് ഇറങ്ങി ഇങ്ങനെ വരാൻ പറ്റും. ഞാൻ തന്നെ അതിന്റെ മുകളിൽ ഇരുന്നിട്ട് യാത്ര ചെയ്തപ്പോഴാണ് ഇത്ര മനോഹരമാണ് മനസ്സിലായത്. ശരി, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വലിയ രസമായിരിക്കുമല്ലോ. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, നമ്മൾ കേരളത്തിൽ പൊതുവെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, അതിൻ്റെ ഒരു പ്രതിഫലനം ഒല്ലൂരുണ്ടോ എന്നൊരു സംശയം. ഞാൻ ചോദിച്ചാൽ മിനിസ്റ്റർക്ക് ദേഷ്യം വരുമോന്നറിയില്ല. ഈ കേസ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ പ്രതിപക്ഷ നേതാവും മറ്റാളുകളും കോടതിയിൽ പോയി കേസ് കൊടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം MP രാജേഷ് മിനിസ്റ്ററുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഇവരിത് ചെയ്യണം എന്നാലേ സത്യാവസ്ഥ കോടതിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഒരു നിലയ്ക്ക് ശരിയാണ്. ഈ ആളുകൾ ഞങ്ങളൊക്കെ സത്യത്തില് അതിതീവ്രമായിട്ടുള്ള സമരങ്ങളുടെ പൊതുധാരയിൽ നിന്ന് വന്നവരാണ്. ജയിലിൽ കിടന്നിട്ടുണ്ട്, അടി കൊണ്ടിട്ടുണ്ട്, പാർട്ടി ഓഫീസുകളുടെ ബെഞ്ചുകളിലും പത്രത്തിന്റെ താളുകളിലും കിടന്ന് ദീർഘകാലം ഉറങ്ങിയിട്ടുണ്ട്. 14 ദിവസം വരെ ഞാൻ നിരാഹാരം കിടന്നിട്ടുണ്ട്. റെക്കോർഡല്ല, അതിനേക്കാൾ കൂടുതൽ കിടന്നവരുണ്ട്. എന്നാലും നിരാഹാരം കിടന്നത് വിദ്യാർത്ഥി കാലം മുതൽ യൂത്ത് ആയിരിക്കുന്നവരെ. ഞാനും സ്വരാജും കൂടി ഞങ്ങൾ DYFIയുടെ IVFന്റെ സംസ്ഥാന സെക്രട്ടറിമാരായിരിക്കുമ്പോൾ ദീർഘകാലം ഈ പെൻഷൻ പ്രായത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടന്നിട്ടുണ്ട്. അതൊരു ഇച്ഛാശക്തിയാണ്. ഞാൻ പറഞ്ഞത് തെറ്റായ വാർത്തകളെ പ്രചരിപ്പിക്കാൻ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് പ്രതിപക്ഷം കാണിക്കുന്നുണ്ട്. ഈ 5 കൊല്ലത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ പോലും പ്രതിപക്ഷം ഉന്നയിച്ച് ഏതെങ്കിലും ഒരു കേസ് വിജയത്തിലെത്തിയിട്ടുണ്ടോ? ഒരു വേള കോടതി തന്നെ പറഞ്ഞു, ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്ത ഘട്ടത്തിൽ ആ പൊതു താല്പര്യ ഹർജി പരിശോധിച്ചുകൊണ്ടിരിക്കുക കോടതി പറഞ്ഞു, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? പരസ്യമായി കോടതിയുടെ ബെഞ്ച് ചോദിച്ചു, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? അപ്പൊ എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിലെ വളരെ ഡയറക്റ്റായിട്ട് ഇപ്പം ഈ 5 വർഷക്കാലത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ പോലും സർക്കാരിനെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവന്നിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും കേരള സർക്കാരിനെതിരായിട്ട് ഒരു അവിശ്വാസവും കൊണ്ടുവന്നിട്ടില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രിക്കായി എതിരായി എഴുതി കൊടുത്തൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. നിയമസഭയിൽ അങ്ങനെയുണ്ടല്ലോ ഒരു സംവിധാനം. ഒരു മന്ത്രിക്കെതിരായി ഒരു ആരോപണം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എത്ര ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്, എത്ര അവിശ്വാസ പ്രമേയങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സർക്കാരിന്റെ അവിശ്വാസം രേഖപ്പെടുത്താൻ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാതെ ഏതെങ്കിലും വിധത്തിലുള്ള എഴുതി കൊടുത്തൊരു ആരോപണം ഉന്നയിക്കാതെ നിയമസഭയ്ക്കകത്ത് 5 വർഷക്കാലവും ഒരുമിച്ചിരുന്നിട്ട് നിയമസഭ അവസാനിക്കുമ്പോൾ നിയമസഭയുടെ പുറത്ത് നിന്ന് കനകോലുമാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചില പ്രസ്താവനകൾ പറയുന്നതിന് കോടതി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഞങ്ങളത് നേരിന് വിടുകയാണ്. ഇതിനൊക്കെ ഒരു നേരും യാഥാർത്ഥ്യമുണ്ട്. ഏത് അന്വേഷണത്തെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. അന്വേഷണം നടക്കട്ടെ. കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തട്ടെ. പരാതിക്കാരൻ പോലും മന്ത്രിക്കെതിരെയോ സംവിധാനത്തിനെതിരെയോ പരാതി പറയാതെ, അപേക്ഷ കൊടുക്കാതെ, പരാതിയിൽ സൂചിപ്പിക്കാതെ, മന്ത്രിമാരുടെ നേരത്തെ രാജേഷ് മിനിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ തലപ്പടം വെച്ചുകൊണ്ട് അവർക്കെതിരായി ഉയർത്തുന്ന സംവിധാനങ്ങൾ കോടതി തന്നെ മറുപടി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യമാണ്. കാരണം ഒരു മാപ്പ് പറയണമെന്ന് കോടതി പറഞ്ഞ സന്ദർഭം വരെ ഉണ്ടായി എന്നാണ് അറിയുന്നത്. തെറ്റായ നടപടിക്രമങ്ങൾക്ക് എപ്പോഴും കോടതിയും കാണുമല്ലോ. കോടതിയിൽ വിശ്വാസമുണ്ട്, പബ്ലിക്കിൽ വിശ്വാസമുണ്ട്,
അത് അങ്ങനെ പോകട്ടെ. അതെ, ഇപ്പം മിനിസ്റ്റർ ഇപ്പം പറഞ്ഞൊരു കാര്യമാണ്, ചെറുപ്പകാലത്ത് ഒരുപാട് സമരങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ സമരം ചെയ്യുന്നത് ഒരു സംസ്കാര ശൂന്യതയാണ് എന്ന് കരുതുന്ന ആളുകളടക്കം ഈ ജനാധിപത്യ സംവിധാനത്തിലൂടെ മത്സരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. സമരം എപ്പോഴും കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മുഖ്യമായ തൂണ് ജനാധിപത്യം തന്നെയാണ്. ഭരണകൂടത്തിനെതിരായിട്ടുള്ള എത്രയോ സമരങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ സമരങ്ങളിലൂടെയാണ് എപ്പോഴും ഒരു നേതൃത്വം വരിക. ആ സമരങ്ങളെ അപഹസിക്കുന്നവരും സമരമല്ലാതെ മറ്റു മാർഗങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നവരുമൊക്കെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യത്തെയാണ്. ജനാധിപത്യത്തിന് നല്ലൊരു സൗരഭ്യമുണ്ട്. അതിനെ ഒരു കാരണവശാലും നമ്മൾ തെറ്റിദ്ധരിക്കുകയോ കീഴടങ്ങുകയോ ചെയ്യരുത്. സമരങ്ങൾ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ പരാജയപ്പെടും, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനെ പരാജയം എന്നല്ല കരുതുക. സമരങ്ങളിൽ എന്താണോ നാം ഉന്നയിക്കപ്പെട്ടത് ആ ആവശ്യത്തിലേക്ക് ഭരണകൂടത്തിന് വരാൻ പറ്റാതെ പോയ ഘട്ടങ്ങളുണ്ടാകും. പക്ഷെ അതിൽ അവസാനിപ്പിക്കുകയല്ല, തുടർച്ചയായ സമരങ്ങളിലേക്ക് കിടക്കുകയാണ്. സമരത്തിന് പല രൂപങ്ങളുണ്ടാകും. ആ രൂപങ്ങൾ പൂർണ്ണമായും ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. നമ്മൾ ഈ കിട്ടുന്നതെല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. മറ്റൊന്നിലൂടെയും ഒന്നും ലഭ്യമാകില്ല. കോടതിയിൽ പോയാൽ കോടതിക്ക് ജനാധിപത്യത്തിലോ ഭരണകൂടത്തിലോ എങ്ങനെയാണ് ഇടപെടാൻ പറ്റുക? വേണമെങ്കിൽ വല്ല നിർദ്ദേശവും പറയാം, അല്ലെങ്കിൽ ആലോചിക്കണമെന്ന് പറയാം, കൺസിഡർ ചെയ്യണമെന്ന് പറയാം. എപ്പോഴും ജനാധിപത്യമാണ്. ജനാധിപത്യത്തിലൊരു ഭരണകൂടത്തിൻ്റെ ശരിതെറ്റുകളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരിക. ഞങ്ങളൊക്കെ വന്നത് ആ മാർഗത്തിലൂടെയും ആ രൂപത്തിലൂടെയാണ്. അല്ല, അങ്ങനെ ഒരു ചില സ്ഥാനാർത്ഥികൾ തന്നെ അങ്ങനെ പറയുമ്പോൾ അത്ഭുതം തോന്നിയത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അത്ഭുതം നമുക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിനുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ഗൗരവമായിട്ടുണ്ടാകേണ്ടത് എല്ലാവരോടുമുള്ള തുല്യമായ ബഹുമാനമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് വളരെ സൗന്ദര്യാത്മകമായ ഒന്നാണ്. തങ്ങളുടെ എതിരാളിക്ക് പറയാനുള്ളത് കേൾക്കാനും അവരെ കൂടി കേൾവിക്ക് വിധേയമാക്കാനും കഴിയുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. പണ്ട് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് AKG കേരള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേൾക്കാൻ വന്നിരിക്കും. അദ്ദേഹം പ്രസംഗിച്ച് അവസാനിക്കുമ്പോൾ സമയം കഴിഞ്ഞു എന്ന് സ്പീക്കർ പറഞ്ഞാൽ എൻ്റെ പാർട്ടിയുടെ സമയം കൂടി കുറച്ച് അദ്ദേഹം എടുത്തോട്ടെ എന്ന് പറയും. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. എതിർപക്ഷം കൂടി ഉൾപ്പെട്ടതാണ്. കേവലം ഭരണപക്ഷവും എതിർപക്ഷവും പക്ഷമില്ലാത്തവരും എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ജനാധിപത്യം. അങ്ങനെ കാണാൻ പറ്റണം. ഞാൻ അങ്ങനെയാണ് കാണുക. നമ്മളോടൊപ്പം മത്സരിക്കുന്ന എല്ലാവരും മിടുക്കന്മാരാണ്. അവരെല്ലാം അർഹിക്കുന്ന ബഹുമാനമുള്ളവരാണ്. ഏതെങ്കിലും വിധത്തിൽ കുറവുള്ളവരല്ല. അവരെ ആ വിധത്തിൽ തന്നെ ഉയർന്ന ധാരണയോടെ കാണണം എന്ന വിശ്വാസമാണ് എൻ്റെ മുമ്പിലുള്ള ജനാധിപത്യം എന്നെ എപ്പോഴും പ്രേരിപ്പിക്കാറുള്ളത്. എല്ലാവരോടും ആ മര്യാദ കാണിക്കും. ഒരു വിവാദത്തിന് ഇപ്പോൾ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പലപ്പോഴും പത്രക്കാർ ചോദിക്കും, ചില ഘട്ടങ്ങളിൽ നിങ്ങൾ ഇതിനേക്കാൾ രൂക്ഷമായി ഇടപെടാത്ത എന്തുകൊണ്ട്? അത് ജനാധിപത്യത്തിൽ എല്ലാവരെയും കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ശരി. വളരെ സൗമ്യനായ ഒരാളാണ് എന്നാണ് പൊതുവെ ആളുകളും പറയാറുള്ളത്. പരിചയക്കാർ മാത്രമല്ല കേട്ടോ, അല്ലാതെയും. വ്യക്തിപരമായ ഒരു കാര്യം ചോദിക്കാം. ഇപ്പോൾ തൃശ്ശൂരുകാരെ കുറിച്ച് പറയുന്നത് എനിക്ക് മിനിസ്റ്റർ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ആനപ്പിണ്ടം കണ്ട് ആന ഏതാണെന്ന് തിരിച്ചറിയുമെന്ന് പറയും തമാശയ്ക്ക്. അതുപോലെ ഒരു ആനപ്രേമി പൂരപ്രേമിയാണോ മിനിസ്റ്റർ? പൂരമെന്നല്ല, ഉത്സവങ്ങളെ പൊതുവായി ആസ്വദിക്കാനും അത് എല്ലാവരുടെയും ആഘോഷമാക്കി കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു മനസ്സുള്ള ആളാണ്. അത് പൂരത്തിനോ പള്ളിപ്പെരുന്നാളിനോ ഉത്സവത്തിനോ, യഥാർത്ഥത്തിൽ പൂരത്തെക്കുറിച്ചും പെരുന്നാളിനെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ വിശ്വാസങ്ങൾ അതൊരു മതനിരപേക്ഷതയുടെ ഇടങ്ങളാവണം എന്നുള്ളതാണ്. അത് നടത്തിപ്പിനും അതിൻ്റെ സംഘാടനത്തിനും എല്ലാവരും ഇട കൊടുക്കണമെന്നാണ്. കുറച്ച് കമ്പമുണ്ട്, അതുകൊണ്ട് പൂരം പെരുന്നാളെന്നൊക്കെ കേട്ടാൽ ഒരു സന്തോഷം ഉണ്ടാകും. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈ ആഘോഷങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സൗന്ദര്യം, ഇപ്പോൾ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ ആചാരമാണെങ്കിൽ ആ ആചാരങ്ങളിൽ ഉറച്ചത് നിൽക്കുകയും എന്നാൽ അതിൻ്റെ ആഘോഷങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാക്കുകയും ചെയ്യുന്ന ഒരു മതനിരപേക്ഷ കേരളമാണ് ഉത്സവങ്ങൾക്ക് ഏറ്റവും പാർട്ടിസിപ്പേഷൻ കൊണ്ട് വളരെ റിച്ചായ ഒന്നും കൂടിയാണ് തൃശ്ശൂർ പൂരം. അതെ അതെ, പാട്ടും കൊണ്ട് മാത്രമല്ല വൈവിധ്യങ്ങൾ കൊണ്ടും അതിൻ്റെ സൗന്ദര്യാത്മകമായ സ്വഭാവം കൊണ്ടും തൃശ്ശൂർ പൂരത്തിന് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അത് മേളമാണോ, ആനയാണോ, എഴുന്നള്ളിപ്പാണോ, വെടിക്കെട്ടാണോ, ചമയമാണോ, കുടമാറ്റമാണോ, നമ്മൾ സ്തംഭിച്ചു പോകും. അതൊരു ഉത്സവമാണ്. വർണ്ണങ്ങളുടെ, ഘോഷയാത്രകളുടെ, ശബ്ദത്തിൻ്റെ, ആസ്വാദനത്തിൻ്റെ, മേളത്തിൻ്റെ ഇതൊരു ഉത്സവമാണ്. അതിങ്ങനെ നനഞ്ഞു കുതിർന്ന് നിൽക്കണം, അപ്പോഴേ പൂരാസ്വദിക്കാൻ പറ്റും. ശരി. അല്ല, മിനിസ്റ്റർ അങ്ങനെ നിൽക്കുന്ന ഒരാളാണല്ലോ, ഉളകരയിൽ നമ്മൾ കണ്ടതാണ്. മിനിസ്റ്റർ, ഞാൻ ഇന്ന് തിരിച്ചു പോവും,
അപ്പോൾ എന്താണ് ഒല്ലൂര് സ്പെഷ്യലായി മിനിസ്റ്റർ എനിക്ക് വാങ്ങിത്തരാമോ എന്ന് കഴിക്കാനൊക്കെ? ഒല്ലൂരിലെല്ലാം ഉണ്ട്, എല്ലാതരം വെജിറ്റേറിയൻ മുതൽ നോൺ വെജിറ്റേറിയൻ അടക്കം എല്ലാ ഭക്ഷണവും മിനിസ്റ്റർ എനിക്ക് വാങ്ങിത്തരണം, അതാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടതെന്തും എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാ സെലക്ഷനും പറ്റിയ സ്ഥലമാണ്. മിനിസ്റ്റർ, വലിയ സന്തോഷമുണ്ട് എനിക്ക് ഇത്രയും സമയമെങ്കിലും. എനിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സമയം സംവദിക്കുന്നത്. അതെ, പല വേദികളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും നന്നായി കണ്ടിട്ടുണ്ട്, പക്ഷെ കാണാറുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള അവതരണങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരുമിച്ച് ഇങ്ങനെ വർത്തമാനത്തിലേക്ക് കിടക്കുന്ന ഡയലോഗ് ആദ്യമായിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പൊ ഒരു സ്റ്റാറായി നിൽക്കുന്ന ഹീറോയായി നിൽക്കുന്ന മിനിസ്റ്റർമാരിൽ ഒരാളെന്ന നിലയിൽ അങ്ങയുടെ കൂടെ ഇത്രയും സമയം കിട്ടിയതിലും ഒല്ലൂരിലെ ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ഇപ്പൊ സംസാരിച്ചു. അതിൽ വലിയ സന്തോഷം. തുടർന്ന് LDF 3.0 അങ്ങയുടെയും പ്രതീക്ഷ എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം ഒല്ലൂരിനും ഒരു തുടർച്ചയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ഞാനിവിടെ ഒരു എപ്പോഴും എന്നോട് വാഗ്ദാനങ്ങൾ ചോദിക്കാറുണ്ട്. ഇത്ര വിപുലമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നേരത്തെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നതും അവതരിപ്പിച്ചുമാണ്. പക്ഷെ ആളുകളോട് പറയാറുള്ള ഒറ്റ വാഗ്ദാനമേ ഉള്ളൂ, അത് 10 കൊല്ലം മുമ്പും ഇപ്പോഴും അത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന, ജീവിതത്തിൽ എപ്പോഴും നടപ്പിലാക്കാൻ നിർബന്ധ ബുദ്ധിയോടെ കാണുന്നൊരു വാഗ്ദാനമാണ്. അത് ഞാനെപ്പോഴും പറയും. എൻ്റെ ചിഹ്നമായിട്ടുള്ള അരിവാളും ധാന്യക്കെതിരും അടയാളത്തിൽ വോട്ട് ചെയ്തവരോ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചവർക്കോ എന്നെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് ഒരു നിമിഷം പോലും തല കുമ്പിടാൻ അനുവാദിക്കില്ല എൻ്റെ ജീവിതം കൊണ്ട് എന്നാണ് ഞാൻ കൊടുക്കാറുള്ള സാധാരണ വാഗ്ദാനം. ആ വാഗ്ദാനത്തിൽ ജനങ്ങൾ തൃപ്തരാണെന്ന് അവരനുഭവങ്ങളിൽ നിന്നും അവരുടെ സംവിധാനങ്ങളിൽ നിന്നും മനസ്സിലായി. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഗായത്രിയുമായിട്ട് സംസാരിക്കാം. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു.